സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നുകൂടി പറയാമോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാമെന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണിത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇപ്പോൾ ശരിക്കും ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മാനേജറോടാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മിക്കപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചോദിക്കാമെന്ന് ഞാൻ മുമ്പ് ചെറുതായി ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. എങ്കിലും നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. പാർഡൺ പ്ലീസ് എന്ന് പറഞ്ഞാൽ, ഈ പാർഡൺ എന്ന് പറഞ്ഞാൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന് ക്ഷമിക്കണം എന്നുള്ള ഒരു അർത്ഥമുണ്ട്, ഐ ബെഗ് യുവർ പാർഡൺ. അതല്ലാതെ ഇവിടെ പാർഡൺ പ്ലീസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാമോ എന്നാണ് എൻ്റെ അർത്ഥം. അതല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സോറി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എങ്ങനെയാണ് പറയേണ്ടത്? ഇപ്പോഴും ഒരാൾ നമ്മളോട് എന്തെങ്കിലും വിശദീകരിക്കണം, അപ്പോൾ നമ്മളിങ്ങനെ സോറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇതല്ലാതെ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് നമുക്ക് എങ്ങനെ പറയാമെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഐ എം സോറി, കുഡ് യു സേ ദാറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാമോ? കുഡ് യു സേ ദാറ്റ് അഗെയിൻ പ്ലീസ് എന്ന് വേണ്ടത് നമുക്ക് പറയാവുന്നതാണ്. പ്ലീസ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്കല്ലാതെ പറയാം, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ എന്നാണ്. ഐ എം സോറി, ഇംഗ്ലീഷ് ഈസ് നോട്ട് മൈ ഫസ്റ്റ് ലാംഗ്വേജ്, കുഡ് യു റിപ്പീറ്റ് ദാറ്റ് സ്ലോലി. അതായത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ക്ഷമ ചോദിക്കാൻ, ഐ എം സോറി, ഇംഗ്ലീഷ് ഈസ് നോട്ട് മൈ ഫസ്റ്റ് ലാംഗ്വേജ്. അതായത് ഇംഗ്ലീഷ് എൻ്റെ മാതൃഭാഷയല്ല. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് സ്ലോലി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പതുക്കെ റിപ്പീറ്റ് ചെയ്യാമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്നാണ് പറഞ്ഞത്. ഐ എം സോറി. ഓക്കെ. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് പ്ലേസ്? വേറെ രീതിയിൽ നമ്മൾ ചോദിക്കാൻ, എല്ലാം സെയിം തന്നെയാണ്, ഇതെല്ലാം പൊളൈറ്റാണ്. ഓക്കെ. വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് പ്ലേസ് എന്നുള്ളത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളതാണ്. ഐ എം സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്ലേസിനേക്കാളും പൊളൈറ്റാണ് വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് ദാറ്റ് പ്ലേസ് എന്നുള്ളത്. അല്ലെങ്കിൽ ഐ ആം സോറി, ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ്. ഓക്കെ. ഈ ക്യാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിക്കുക എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ക്യാച്ച് ദാറ്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്ക് സ്പെല്ലിങ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് എൻ്റെ ഇമെയിൽ ഐ ഡി ചോദിക്കുകയാണ്, ഞാൻ പറയാണ് justin@gmail.com. ഉദാഹരണമാവട്ടെ, എൻ്റെ ഇമെയിൽ ഐ ഡി അല്ലാതെ. അപ്പോൾ അന്നേരം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലായി. കുഡ് യു സ്പെൽ ദ നെയിം പ്ലീസ് എന്ന് പറഞ്ഞാൽ അതൊന്ന് സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? അപ്പോഴും ഞാൻ പറയും JUSTIN. പക്ഷേ ഇത് പറയുന്നതിന് മറ്റൊരു രീതിയുണ്ട്. കാരണം എസും എഫും ഒക്കെ ഒരുപോലെ തോന്നും, അല്ലേ? അടുത്ത ചാപ്റ്ററിൽ ഞാൻ തീർച്ചയായിട്ടും അത് വളരെ വിശദമായിട്ട് വിശദീകരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ലാസ്റ്റ് 4 ഡിജിറ്റ്സ്. ഓക്കെ. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ല, അവസാനത്തെ 4 ഡിജിറ്റ്സ് ആണ് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ലാസ്റ്റ് 4 ഡിജിറ്റ്സ്. ഇത് ഡിജിറ്റ്സ് മാത്രമൊന്നുമല്ല, ലാസ്റ്റ് നെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെല്ലാം എന്ത് വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് എന്ന് ചോദിക്കാം. ഓക്കെ. ഞാൻ ഉദാഹരണം പോലെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഇത്. ഓക്കെ. പ്ലീസ് എക്സ്ക്യൂസ് മൈ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇംഗ്ലീഷിനോട് ക്ഷമിക്കണമെന്നല്ല. അതായത് എൻ്റെ ഇംഗ്ലീഷ് അത്ര നല്ലതല്ല, അതുകൊണ്ട് ക്ഷമിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. സോറി ഫോർ ദ കൺഫ്യൂഷൻ. ഓക്കെ. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞു വന്നു കഴിയുമ്പോൾ അവർ തെറ്റിദ്ധരിച്ച് മറ്റൊന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് സോറി ഫോർ ദ കൺഫ്യൂഷൻ എന്ന്. ഐ അപ്പോളജൈസ് ഫോർ ദ കൺഫ്യൂഷൻ. ദ സെയിം ആണ്. അത് സോറി എന്ന് പറയാം, അല്ലെങ്കിൽ ഐ അപ്പോളജൈസ് ഫോർ ദ കൺഫ്യൂഷൻ എന്ന് പറയാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് ചേർന്ന് നമുക്ക് ഇത് ഒന്നുകൂടി പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നെ സ്ക്രീനിൽ വരുന്നത് നിങ്ങൾ ഉറക്കെ വായിക്കുക. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് മാത്രം കേൾക്കുക. എങ്കിലും നിങ്ങളുടെ ആ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുള്ളൂ, അല്ലേ? അപ്പോഴേ ഇപ്പോഴെന്താണ് ചെയ്യേണ്ടത്? ഇപ്പോഴും ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഉറക്കെ പറയുക. അത്ര ഉറക്കെ പറയുക. അതിനുശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമ്മളിനി മലയാളം മിണ്ടത്തില്ല. ഓക്കെ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഐ എം സോറി, കുഡ് യു സേ ദാറ്റ് അഗെയിൻ? കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? I'm sorry, English is not my first language. Could you repeat that slowly? I'm sorry, I didn't understand that, please.
Would you mind repeating that, please? I'm sorry, I didn't catch that. Could you spell the name, please? Could you please repeat the last 4 digits, please? Please excuse my English. Sorry for the confusion. I apologize for the confusion. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം മുതലുള്ള പാഠങ്ങൾ കാണാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിതൊരു സ്കൂളിൽ പഠിക്കുന്ന പോലെയാണ്. എങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ ആദ്യം 10ാം ക്ലാസ്സിലേക്ക് പോയിരിക്കും. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാകത്തില്ല അല്ലേ. ആദ്യം നമ്മൾ പഠിക്കുന്നത് 1ാം ക്ലാസ്സാണ് അല്ലേ, അല്ലെങ്കിൽ നേഴ്സറിയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത് എൻ്റെ 1ാമത്തെ ചാപ്റ്ററാണ്. അതിനുശേഷം ക്രമമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അതല്ലെങ്കിൽ അങ്ങ് വ്യക്തമാകുന്നില്ല എന്നൊക്കെ. എന്താണ് കാരണം എന്നറിയോ? അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ കമൻറ്റ് ഞാൻ കാണുന്ന ചിലപ്പോഴും 100ാമത്തെ ചാപ്റ്ററിൻ്റെ അണ്ടറിലായിരിക്കും. ഞാൻ നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും വായിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ 2ാമത്തെ ചാപ്റ്റർ കണ്ടോ? 1ാമത്തെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടെന്ന് പറയും, 2ാമത്തെ കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റെ ഓരോ പാഠവും ഏറ്റവും കുറഞ്ഞത് 10 തവണ നിങ്ങൾ കാണുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരും, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യമുള്ള ചാപ്റ്റർ കാണാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൗജന്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്. ഗോഡ് ബ്ലസ് യു.